എവിടേക്കാണ് അവള് പോയത്? ചോദിച്ചത് കേട്ടില്ലേ? എനിക്കൊന്നും അറിയില്ല ഡാഡി. എന്നോട് കള്ളം പറഞ്ഞ കൊന്നുകളയും ഞാൻ. നീ വഴക്ക് പിടിച്ചു കാണും, അതുകൊണ്ട് അവള് പറയാതെ ഈ വീട് വിട്ടു പോയത്. ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കാണാതെ പോയ അതിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാമോ? അവൾ എവിടെയായാലും അവളെ കൂട്ടിക്കൊണ്ട് വരണം. അവളുമായിട്ട് ഈ വീട്ടിൽ കയറിയാ മതി. ഔട്ട്! ഗെറ്റ് ഔട്ട് ഐ സേ! ഔട്ട്! അണ്ടർവേൾഡ് ഡോൺ സൈക്കോ കില്ലർ സോനുബായ് ഒരു പെണ്ണിനെ തേടി പട്ടണത്തിൽ. കാജൽ, Hey!
സോറി ഡാഡി. ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ച ഒരു സത്യം ഇപ്പൊ ഞാൻ പറയാൻ പോവാ. നിങ്ങൾ വിചാരിച്ചേക്കുന്ന പോലെ ഇവൾ എന്റെ ലവറൊന്നും അല്ല. ഇവളും എനിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവൾ ആരാണ് എന്താണ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്ക് അറിയില്ല ഡാഡി. ഇത്രയും നാൾ ഞാൻ നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി. അതെന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രിയങ്കയെ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. ഈ ഒരു കാരണം ഞാൻ നിങ്ങളോട് തുറന്നു പറയുമ്പോൾ കുടുംബത്തിലൊരു വിള്ളൽ വേണ്ടെന്ന് വെച്ചാണ് ഞാൻ മറച്ചു വെച്ചത്. എന്താ മോളെ ഞാൻ ഈ കേട്ടത്? ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ആരാ നീ? എന്റെ വീട്ടിലോട്ട് എന്തിനാ വന്നേ? ഇവിടെയുള്ള എല്ലാവരെയും നല്ല പരിചയമുള്ളതുപോലെയല്ല നീ കാണിച്ചത്. ഞങ്ങളെ ഏവരെയും നിനക്ക് എങ്ങനെ അറിയാം? ഇവൻ രാജശേഖർ മൂർത്തി, എന്റെ അടുത്ത സുഹൃത്ത്. ഇത് ലക്ഷ്മി, രാജശേഖരന്റെ ഭാര്യ. അതെ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? മൈ ഗോഡ്, ഇവൻ എത്ര വലുതായി! ആരെന്ന് മനസ്സിലായോ? ഇവന്റെ പേര് സാഗർ. മോനാണോ? ഇവര് ഗൗരമ്മ, രാജശേഖരന്റെ അമ്മ. ഇവരൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഇവൻ വെറും സ്നേഹിതം മാത്രമല്ല, എനിക്കിവൻ ദൈവ. എന്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇവനാണ് ഒരുപാട് സഹായിച്ചത്. അതുമാത്രമല്ല, ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ MBC സീറ്റ് കിട്ടിയതും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി എന്നെ പഠിപ്പിച്ചതും ഇപ്പോഴത്തെ ഈ പൊസിഷനിലേക്ക് വന്നതും അവൻ കാരണമാണ്. ഇവനോടുള്ള നന്ദി ഈ ജന്മത്തിലല്ല, 7 ജന്മത്തിൽ എനിക്ക് തീർക്കാനാവില്ല. എന്താ അച്ഛാ പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോലും പോകാത്തെ? ഇവിടെ ഞാൻ ബിസി ആയിപ്പോയി, അവിടുത്തെ ബിസിനസ്സിൽ അവൻ ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറെ വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റേ ഇല്ല. 2 ദിവസം മുമ്പ് ഞാനൊരു കോൺഫറൻസിൽ അവനെ കണ്ടപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്ന് അറിയാവോ? അവനും അങ്ങനെ തന്നെ. എന്റെ ഫോൺ നമ്പർ, മെയിൽ ID എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതേ നോക്ക്, ഫാമിലി ഫോട്ടോ അയച്ചേക്കുന്നുണ്ടോ? കാജോൾ, അവന് നമ്മുടെ ഫാമിലി ഫോട്ടോ അയക്കണമെന്ന്. നീ ഏതെങ്കിലും നല്ല ഫോട്ടോ സെലക്ട് ചെയ്ത് നീ തന്നെ അയച്ചു കൊടുക്കുമോളെ. ഓ അച്ഛാ, എന്റെ അടുത്ത് ഇപ്പൊ നല്ല ഫോട്ടോസ് ഒന്നും ഇല്ല. നല്ല ഒരെണ്ണം എടുത്തിട്ട് ഞാൻ തന്നെ അയച്ചേക്കാം.